പരിസ്ഥിതി ദിന ക്യൂസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മധ്യപ്രദേശിലെ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഓംകാരേശ്വർ. ഹോർത്തൂസ് മലബാർക്കിസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം തെങ്ങ്. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഗുജറാത്താണ്. തൊട്ടു പിന്നിൽ തമിഴ്നാടും. ലോകത്ത് ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യമേത്? ഉത്തരം ബ്രസീൽ. എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും യോജിക്കുന്നത്? ഉത്തരം നീലഗിരി. 2012 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രധാന പർവ്വതനിര? ഉത്തരം പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘാട്സ്. ദേശീയ കർഷക ദിനം ആരുടെ ജന്മദിനമായാണ് ആചരിക്കുന്നത്? ഉത്തരം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ സിംഗ്. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2006. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം രാംദേവ് മിശ്ര. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഉത്തരം ആവാസ വ്യവസ്ഥ. 2 തരത്തിലുള്ള പരിസ്ഥിതി ഏതാണ്? ഉത്തരം ഭൂമിശാസ്ത്രപരമായതും മനുഷ്യനിർമ്മിതമായതും. ഇന്ത്യയിലെ പക്ഷികൾക്കു വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ആശുപത്രി ഏതാണ്? ഉത്തരം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലുള്ള ദി ചാരിറ്റി ബേർഡ് ഹോസ്പിറ്റൽ. ഭൂമിയിലെ ആകെ ജലത്തിൽ ശുദ്ധജലത്തിൻ്റെ ശതമാനം എത്ര? ഉത്തരം 2.5 മുതൽ 3 വരെ. മാലിന്യം കൊണ്ടുള്ള ദൂഷ്യം കുറയ്ക്കാനുള്ള മാർഗമാണ് 3R എന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം റീസൈക്കിൾ, റെഡ്യൂസ് ആൻഡ് റീയൂസ്. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യ, ജന്തു, സൂക്ഷ്മജീവികളെയും ചേർത്ത് പറയുന്ന പേര്? ഉത്തരം ജീവമണ്ഡലം. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം ഏതാണ്? ഉത്തരം കുന്ദമംഗലം മ്യൂസിയം, കോഴിക്കോട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ടാൻസ്ലി, 1935 ബ്രിട്ടീഷ് എക്കോളജിസ്റ്റ്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ 3ാമത്തെ സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്, 2018. ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എന്ന്? ഉത്തരം ഏപ്രിൽ 1, 1973. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം? ഉത്തരം വനശ്രീ. ഡോക്ടർ സലീം അലി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. 1ാം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഉത്തരം ഒരേ ഒരു ഭൂമി. മോദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി.
എന്നാണ് ലോക വന്യജീവി ദിനം? ഉത്തരം മാർച്ച് 3-ന്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനമേത്? ഉത്തരം ചിപ്കോ മൊമെൻ്റ്, ചിപ്കോ പ്രസ്ഥാനം. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ്. ചിപ്കോ പ്രസ്ഥാനത്തിനു വേണ്ടി സുന്ദർലാൽ ബഹുഗുണയ്ക്കൊപ്പം നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ചാണ്ടി പ്രസാദ് ഭട്ട്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? യൂജിൻ പിയോഡ്. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെ? ഉത്തരം മറയൂർ. സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതിവാദത്തിന് നൽകിയ പ്രധാന മുദ്രാവാക്യം? ഉത്തരം ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. എക്കോളജി ഈസ് പെർമനൻ്റ് എക്കോണമി. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം? ഉത്തരം തട്ടേക്കാട്, എറണാകുളം ജില്ല. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? ഉത്തരം രാജീവ് ഗാന്ധി, 1985 സെപ്റ്റംബർ 7-ന്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാം? ഉത്തരം കുളം, സമുദ്രം, വനം, പുഴ. ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്? ഉത്തരം മിശ്രഭോജികൾ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? ഉത്തരം കണിക്കൊന്ന. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക്? ഉത്തരം LED വിളക്കുകൾ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? ഉത്തരം കണ്ടൽ ചെടികൾ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം? ഉത്തരം 2012. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. കർഷക സുഹൃത്ത് എന്നറിയപ്പെടുന്നത്? ഉത്തരം മണ്ണിര. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം? ഉത്തരം സിക്കിം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരള സർക്കാർ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വനം വികസനത്തിനായുള്ള പൊതുമേഖല സ്ഥാപനമേത്? ഉത്തരം കേരള ഫോറസ്റ്റ്. ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം, മലപ്പുറം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ? ഉത്തരം ദ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിലെ ഷിബട്പൂർ നഗരത്തിൽ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. കേരള സംസ്ഥാന പക്ഷി ഏതാണ്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനമേത്? കമൻറ്റ് യുവർ ആൻസർ. താങ്ക്സ് ഫോർ വാച്ചിങ്.